ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചാണ്. കേരള സർക്കാരിൻ്റെ പദ്ധതികൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വിട്ടുപോയി. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എല്ലാവരിലും സാക്ഷരത ഉളവാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? എല്ലാവർക്കും സാക്ഷരത ഉളവാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? അതുല്യം പദ്ധതി. അതുല്യം പദ്ധതി. അതുല്യം പദ്ധതി എന്ന് പറഞ്ഞു. അപ്പം സാക്ഷരത എന്ന് പറയാൻ എന്താ? എല്ലാവർക്കും എഴുതാനും വായിക്കാനുമുള്ള അറിവ്. മലയാളം നമ്മുടെ മാതൃഭാഷയായ മലയാളം എഴുതാനും വായിക്കാനുമുള്ള കഴിവ്. അതാണ് സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു സാക്ഷരതാ പദ്ധതിയുടെ അംബാസഡർ ആരാണ്? ദിലീപ്. ആരാണ്? ദിലീപ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അപ്പം കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഏതാണ്? എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ പട്ടണം ഏതാണ്? കോട്ടയമാണ്. ഏതാണ്? കോട്ടയമാണ്. സാക്ഷരത പഠിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രേരകൻ. എന്താണ്? പ്രേരകൻ. അതുപോലെ തന്നെ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതുപോലെ തന്നെ എല്ലാവരിലും കമ്പ്യൂട്ടർ സാക്ഷരത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? അക്ഷയ പദ്ധതി. എല്ലാവരിലും കമ്പ്യൂട്ടർ സാക്ഷരത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ പദ്ധതി. അക്ഷയ പദ്ധതിയുടെ അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. ആരാണ്? മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. ആരാണ്? മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ ഈ അക്ഷയ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല ഏതാണ്? അക്ഷയ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഏതാണ്? മലപ്പുറം ജില്ലയാണ്. അതുപോലെ നികുതികൾ, ഫീസുകൾ, ബില്ലുകൾ എന്നിവ അടയ്ക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ഏകജാലക സംവിധാനം ഏതാണ്? നികുതികൾ, ഫീസുകൾ, ബില്ലുകൾ എന്നിവ അടയ്ക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ഏകജാലക സംവിധാനം ഏതാണ്? ഫ്രണ്ട്സ് പദ്ധതി. ഇതാണ് ഫ്രണ്ട്സ് പ്രോജക്റ്റ്. ഓർത്തുവെച്ചോളൂ. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗജന്യമായിട്ട് അവരെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇൻസൈറ്റ്. ഏതാണ്? ഇൻസൈറ്റ് ആണ്. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി. കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ്? മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി പദ്ധതി ആരംഭിച്ച വർഷം 2012. മൃതസഞ്ജീവനി പദ്ധതിക്കൊരു സ്ലോഗനുണ്ട്. എന്താണെന്നറിയാമോ? ഷെയർ ഓർഗൻ സേവ് ലൈഫ്. കേട്ടോ, ഷെയർ ഓർഗൻ സേവ് ലൈഫ് എന്ന് എന്തിൻ്റെ അർത്ഥവാക്യമാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ആപ്തവാക്യമാണ്. അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായിട്ടുള്ള പദ്ധതിയാണിത്. സ്പെക്ട്രം പദ്ധതി. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായിട്ടുള്ള പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. അതുപോലെ തന്നെ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? ആരോഗ്യ കിരണം പദ്ധതി. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? ആരോഗ്യ കിരണം പദ്ധതി. ആരോഗ്യ കിരണം പദ്ധതി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണെന്നറിയാമോ? മെഡിസെപ്പ്. ഏതാണ്? മെഡിസെപ്പ്. പ്രതിവർഷം 6000 രൂപയാണ്. 500 രൂപയാണ് കേട്ടോ. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പാണ്. ഏതാണ്? മെഡിസെപ്പ്. അതുപോലെ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ, ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്?
വിദ്യാകിരണം. ഏതാണ് വിദ്യാകിരണം? ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഏതാണ്ട് PG വരെ എന്ത് ലഭിക്കാറുണ്ട്? ധനസഹായം ലഭിക്കാറുണ്ട്. PG ലെവൽ വരെ വിദ്യാഭ്യാസം, PG ലെവൽ വരെ എന്ത് ലഭിക്കാറുണ്ട്? ധനസഹായം ലഭിക്കാറുണ്ട്. അതായത് മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ മക്കൾക്ക് എന്ത് ലഭിക്കാറുണ്ട്? വിദ്യാഭ്യാസത്തിനായിട്ട് ധനസഹായം ലഭിക്കാറുണ്ട്. എവിടം വരെ ലഭിക്കാറുണ്ട്? PG കുട്ടി PGക്ക് പഠിക്കുന്നത് വരെ എന്ത് ലഭിക്കും? ധനസഹായം ലഭിക്കും. ആ പദ്ധതിയാണിത് വിദ്യാകിരണം പദ്ധതി. വിദ്യാകിരണം പദ്ധതി. കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. നമുക്ക് ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ പെട്ടെന്ന് സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിലേക്ക് വന്നു, പുതുക്കിയ തൊഴിലുറപ്പ് വേതനം എത്രയാണെന്ന് അറിയാമോ? 346 രൂപയാണ്. പുതുക്കിയ തൊഴിലുറപ്പ് വേതനം 346 രൂപയാണ് കേട്ടോ. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ എത്രയാണെന്ന് അറിയാമോ? തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിവർഷം 100 ദിനങ്ങളാണ് പ്രവൃത്തി ദിനങ്ങൾ കേട്ടോ. അത് ഓർത്ത് വെച്ചോളുക. അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയാണെന്ന് അറിയാമോ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയാണ്? 1600 രൂപയാണ്. എത്രയാണ്? 1600 രൂപയാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഏത് സംവിധാനത്തിലൂടെയാണെന്ന് അറിയാമോ? DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കേട്ടോ. ഓർത്തുവെച്ചോളൂ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ടൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് എന്തുണ്ടാവും? ഇതിൻ്റെ ഗുണം ലഭിക്കും. കാരണം നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്നതിൻ്റെ ബാക്കിയാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഈ പറയുന്നതെല്ലാം പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ 100% സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അപ്പോൾ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ നന്മയാണിത് കേട്ടോ. എന്നാൽ വലിയ നന്മകളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ നമ്മളെ കഴിയുന്ന ചെറിയ നന്മ, എന്നാൽ കഴിയുന്ന ചെറിയൊരു നന്മ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. എനിക്കറിയാം ചെറിയൊരു അറിവ്. നമ്മുടെയൊക്കെ അറിവ് എന്താണ്? എല്ലാവരുടെയും അറിവ് എന്താണ്? ലിമിറ്റഡാണ്, അല്ലെങ്കിൽ പരിമിതമാണ്. ഒരു വ്യക്തിയും എന്തല്ല പൂർണ്ണമായ അറിവിനുടമയല്ല. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ള ഈ ചെറിയ അറിവ് നമ്മൾ മനസ്സിലാക്കി, ഈ അറിവ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കുകയാണ്. അതുവഴി ആ വ്യക്തിക്ക് ചിലപ്പോൾ ഇത് പ്രയോജനപ്പെട്ടാൽ എന്താണ്? അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിച്ചേക്കാം കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ എന്തുമില്ല, തുടർച്ചയായിട്ട് കാണുക. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. 188 വീഡിയോകൾ ഞാൻ ഇന്നലെ വരെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇടാകുമ്പോൾ 189 വീഡിയോ ആയി. ഈ വീഡിയോ എല്ലാം ക്വസ്റ്റ്യൻസാണ്, ഫുൾ ഓഫ് ക്വസ്റ്റ്യൻസാണ്. ഇടയ്ക്ക് കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. പറയുന്ന കാര്യങ്ങൾ ബുക്കിലൂടെ ആരെങ്കിലും ഒക്കെ നോട്ട് ചെയ്ത് പഠിച്ചാൽ അത് കൂടുതൽ ബെറ്ററാണ്. അങ്ങനെ നിങ്ങൾ പഠിക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് കേട്ടെങ്കിലും പഠിക്കുക, കേട്ടെങ്കിലും മനസ്സിലാക്കുക.